സുനിലേക്ക്. സുനിൽ, ഇപ്പോൾ ഡി രാജയുടെ പ്രതികരണമടക്കം നമ്മൾ കണ്ടതാണ്. നിലപാട് ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രതികരണമാണ് ഡി രാജയുടെ ഭാഗത്ത് വന്നത്. എന്തായാലും സംസ്ഥാനത്താണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ നേരത്തെ സംസ്ഥാനത്തിൽ നിന്നും മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള ആലോചനയിലേക്ക് പോവുകയാണെങ്കിൽ കൂടെയുണ്ട് എന്നുള്ള സന്ദേശമല്ലേ ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത്? നേരത്തെ MA ബേബിയുമായുള്ള ചർച്ചയിലും നിരാശയാണ് CPI ദേശീയ നേതൃത്വത്തിലുണ്ടായത്. സ്മൃതി, തീർച്ചയായും ഈ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ് CPI. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നോ അതിനൊപ്പം നിൽക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് CPI ജനറൽ സെക്രട്ടറി ഡി രാജ നൽകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രണ്ട് പ്രശ്നമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നിലപാടിന്റെ പ്രശ്നം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലപാടുകളുടെ പേരിലാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അപകടം. രണ്ടാമത്തെ വിഷയം, CPI എന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയെ വഞ്ചിച്ചു എന്ന ഒരു തോന്നൽ, അപ്പോൾ ഒരു അഭിമാന പ്രശ്നം കൂടി ഈ വിഷയത്തിൽ CPI മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും CPIയിലെ ഏതെങ്കിലും വിഭാഗം നേതാക്കളല്ല, ഒന്നോ രണ്ടോ നേതാക്കളല്ല, CPIയിലെ ഭൂരിഭാഗം നേതാക്കളും, ഏതാണ്ട് എല്ലാ നേതാക്കളും ഈ വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാടിന് എതിരാണ്, CPM സ്വീകരിച്ച തീരുമാനത്തിനെതിരാണ്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. നേരത്തെ CPIയുടെ നാഷണൽ കൗൺസിൽ ദില്ലിയിൽ യോഗം ചേർന്നപ്പോഴൊക്കെ തന്നെ വലിയ വിമർശനമായിരുന്നു ഉയർന്നത്. അമർജിത് കൗറിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ നന്ദിഗ്രാം വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അന്ന് വലിയ വിമർശനം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഈ തീരുമാനത്തെ എതിർക്കുകയാണ് CPIയിൽ. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവിലും വിമർശനം ഉയരാൻ സാധ്യത. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്താലും അതിനുറച്ച പിന്തുണ CPI ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. നേരത്തെ ഈ വിഷയത്തിലുള്ള നിലപാടിലുള്ള അതൃപ്തിയും ശക്തമായ പ്രതിഷേധവും അറിയിക്കാൻ CPI ജനറൽ സെക്രട്ടറി ഡി രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച CPIയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ഈ വിഷയത്തിൽ CPMൽ നിന്നാണ്, മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അങ്ങനെ ഒരു തീരുമാനം CPM സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിട്ടുണ്ടോ? എന്താണ് അവിടെ നടന്നിട്ടുള്ളത്?